ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. നമ്മൾ കുറച്ച് ദിവസമായല്ലേ വന്നിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കോൾഡും അങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ കണ്ടൻറ്റും ഉണ്ടായിരുന്നില്ല, നമ്മൾ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഉള്ള വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതാണ് കേട്ടോ ഒന്നും ഇടാഞ്ഞതും. ഒക്കെ ഇന്നിപ്പം ഒരു സ്പെഷ്യൽ ഡേ ആണ്, ദീപകിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, എനിക്ക് പറ്റുന്ന പോലെ. കാരണം എനിക്ക് വർക്ക് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മുന്നേ തന്നെ ഭയങ്കര ഒരു എന്ത് ചെയ്യും അയ്യോ എന്നുള്ളതായി പോയി. പക്ഷേ നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കാം. കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് സർപ്രൈസ് ആക്കണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ വർക്ക് കാരണം എങ്ങനെയെല്ലാം പറ്റും എന്നൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ വർക്ക് നൈറ്റിലാണ് കഴിയുന്നത്, അതായത് കുറച്ച് വൈകിട്ടാണ് കഴിയുന്നത്. അപ്പം കാരണം ലേറ്റായിട്ടാണ് തുടങ്ങുക. ഇന്നത്തെ ടൈമിങ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞാൻ ബൊക്കെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, കാരണം കുറച്ച് മോർണിംഗ് ആയിരുന്നു ബൊക്കെ മേടിച്ചത്. ദീപക് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഷൂട്ട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ദീപന് സംശയം തോന്നും. അപ്പം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ബൊക്കെ ഒന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് അവർ ഇന്ന് മോർണിംഗ് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇതിൻ്റെ താഴെ തന്നെ. അപ്പം നല്ല ഷോപ്പായിരുന്നു കേട്ടോ. ഇനി എന്തെങ്കിലും ഇവൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി ഷൂട്ട് ചെയ്യാം. അപ്പം അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ബൊക്കെ മേടിച്ചിട്ട് ഞാനിതുവരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. ഞാൻ ബൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ബൊക്കെ ഓൾറെഡി സെറ്റായി. പിന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻ സാധനം വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അത് നമുക്ക് ഇന്നലെ കിട്ടി. അത് ഞാനിവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദീപകിനെ കാണില്ല. ദീപക് എന്തായാലും ഈവനിങ് വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ വരും. ഞാനപ്പോൾ വർക്കിലായിരിക്കും. അപ്പം എൻ്റെ കസിൻ ഉണ്ട്, അവനെയും കൂടി കൂട്ടിയിട്ട് നൈറ്റിൽ. പിന്നെ ദീപക് നാളെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് പുറത്ത് പോകും. അപ്പം കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വന്നിട്ട് ഞാൻ കസിനെ കൂട്ടി വരണം എന്നാണ് വിചാരിക്കുന്നത്. വന്നിട്ട് നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. എനിക്കറിയില്ല പറ്റുമെന്നൊന്നുള്ളത്, കാരണം ഞാൻ ബ്ലൂ തീമൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പം തൽക്കാലം ഞാൻ ജോലിക്ക് പോകട്ടെ. അപ്പോൾ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അങ്ങനെ കേക്ക് വാങ്ങാൻ പോകുന്ന കേട്ടോ നമ്മളീ കാണുന്നത്. അപ്പം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതായത് ബർത്ത്ഡേൻ്റെ തലേ ദിവസം. അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് നേരെ കേക്ക് വാങ്ങാൻ വന്നു കേട്ടോ. നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറി തന്നെ. അവിടെ വിളിച്ചിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. ടാക്സി വിളിച്ചിട്ട് ദീപക് പുറത്തു പോയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കസിനും ഉണ്ടായിരുന്നു, ഇവനാണ് ആദിത്യൻ. അപ്പോൾ അവനെയും കൂട്ടിയിട്ട്, അവൻ എൻ്റെ കൂടെ ഒരേ സെയിം ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവനെയും കൂട്ടിയിട്ട് നമ്മൾ പോന്നു. അങ്ങനെ നമ്മൾ വേഗം എല്ലാം റെഡിയാക്കുകയാണ് ഈ കാണുന്നത്. എല്ലാം ഞാൻ മുന്നേ തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡെക്കറേഷൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്ത് തരുന്നത് കേട്ടോ. ഇവനാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഓർഡർ ചെയ്യാനൊക്കെ. ഞാനൊരു ബ്ലൂ തീമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ആ ഒരു തിരക്കിനുള്ള ആകെ നമ്മളിടയിൽ ഒരു 1 ഹവറും ഒക്കെ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ദീപക് വരും. അപ്പോൾ ആ സാധനമൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് പറിച്ചിട്ടു. നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ മാത്രം വെച്ചു. കാര്യം അവർ പറയുന്ന പോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. അതിൽ ഫോട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ പറ്റുന്ന പോലെ സിമ്പിളാക്കി ഇത് മാത്രം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ചെയ്തു. ഈസ് കമ്മിങ്. ആക്ച്വലി എനിക്ക് ഡ്രസ്സ് മാറാനുള്ള ടൈം കിട്ടിയില്ല. എനിക്ക് വന്നിട്ട് ഡ്രസ്സ് മാറണം, അത് വന്നിട്ട് മാറാം. അപ്പം ഞാൻ എൻട്രൻസിൽ ലൈറ്റ് ഓഫ് ആക്കും. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല, നിങ്ങൾ കണ്ടല്ലോ. ഞങ്ങൾക്ക് ഉള്ളത് ഞാൻ മേടിച്ച സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അവർ വിചാരിച്ച പോലെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാം. ആൾക്ക് ഞാൻ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, എന്താണെന്നുള്ളത് അൺബോക്സ് ചെയ്യുമ്പോൾ ആൾ തന്നെ പറയും. ഓക്കെ ഓക്കെ. ഒരുപാട് കഷ്ടപ്പെട്ട് ഊതിയിട്ട് ഒരുപാട് എന്താ വെച്ചാലേ ടിംബർലാൻഡ് ഇതൊക്കെ എന്നാ ഒപ്പിച്ച് ഓർഡർ ചെയ്തു. ആള് കേക്ക് കട്ട് ചെയ്യാനായിട്ട് മുന്നേ ഗിഫ്റ്റിലോട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. കണ്ടു കിട്ടിയത് ഒന്ന് വെച്ചേ. നോക്ക്
സൂപ്പർ. ദൂരടാ. അത് ഫ്രീ കിട്ടിയത്, അത് ഗുഡ് ആയിക്കോട്ടെ. ഹാപ്പി ബർത്ത്ഡേ. Thank you. ഇതാ. നല്ലതല്ലേ? കറക്റ്റാ. ഇതൊക്കെ എപ്പോ പോയെടുത്താണ് ഇതൊക്കെ ഇങ്ങനെ ഓൺലൈൻ ഒക്കെ ഓൺലൈനാ. ഞാൻ ചേഞ്ച് ചെയ്യണം, എനിക്കും ചേഞ്ച് ചെയ്യണം. എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. ബ്ലൂ ആൻഡ് വൈറ്റ് തീം. രാത്രി ചെയ്യണം. ആ ചേഞ്ച് ചെയ്യണം. ഓക്കെ. ബൊക്കെ എങ്ങനെയുണ്ട്? ബൊക്കെ കിട്ടിയിട്ടുണ്ട്. കേക്ക് എങ്ങനെയുണ്ട്? ബ്ലൂ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുറെ കല്ലൊക്കെ ഉണ്ടായി. ഈ വീഡിയോയിൽ അറിയാം ഷജീലാൻഡ് ഹരിക്കുണ്ടാണ് എന്റെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഈ സാധനമൊക്കെ ആകെ ഞാൻ എന്തൊക്കെയാണ് കാട്ടി അവസാനം ഓർഡർ ചെയ്തൊക്കെ അത് ഓർഡർ ചെയ്തത് ആമസോൺ. ഒരുപാട് മുന്നേ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവനവൻ്റെ വീട്ടിൽ കൊണ്ടായി കൊടുത്തു. നമ്മൾ നേരെ ദുബായിലോട്ടാട്ടോ പോകുന്നത്. അപ്പോഴേക്കും ഒരു ടൈം ഒരു മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ അർമാനി ഹോട്ടലിലോട്ടോ വന്ന് ഡൗൺ ടൗൺ ബുർജ് ഖലീഫിൻ്റെ നേരെ താഴെയുള്ള ആ ഒരു ഹോട്ടലാണ് അർമാനി. അപ്പോൾ അവിടെ വന്നിരുന്ന് നമ്മൾ കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞ് നല്ല രസമായിരുന്നു. ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് നമ്മൾ അർമാനി ഹോട്ടലിലോട്ടുള്ള ആ ഒരു എൻട്രൻസ്. ഈ നൈറ്റിൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നല്ലൊരു ഫീലല്ലേ അല്ലേ? അപ്പം അതിനു വേണ്ടി മാത്രം പോകുന്നതാണ്. ഇതാണ് കേട്ടോ അർമാനി ഹോട്ടൽ. ബുർജ് ഖലീഫ കണ്ടില്ലേ? നല്ല രസത്തിൽ നമുക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാം. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ബുർജിൻ്റെ ഏറ്റവും താഴെ വന്നെന്ന് നമ്മളിങ്ങനെ മേലേക്ക് നോക്കുമ്പോഴുള്ള ഒരു ഫീല്, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് ചിന്തിച്ചു പോകും. അപ്പം അത്രയേ ഉള്ളൂ. അവിടെ നിന്ന് നമ്മൾ നേരെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊന്നും അയച്ചിട്ടൊന്നുമില്ല, കാരണം ന്യൂ ഇയർ വരികയാണ്. അവിടെ നമ്മൾ പിന്നെ നേരെ തിരിച്ചു പോരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഈ വ്ളോഗ് നമുക്ക് അവസാനിപ്പിക്കാൻ ടൈമായി. നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം 3 മണി കഴിഞ്ഞു, ഏർലി മോർണിംഗ്. അപ്പം ദീപക്കലിയിലൂടെ നമുക്ക് ചോദിക്കാം, ദീപക എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? നല്ല അടിപൊളി സർപ്രൈസ് ഒക്കെ തന്നതാ. നല്ല ഡ്രസ്സ് ഒരു 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടു. സാറ്റിസ്ഫൈ ആണ്. രേവതിയുടെ എഫേർട്ട് നമ്മൾ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് സാലറി ഉണ്ടാവട്ടെ. അതെ, എൻ്റെ കസിനെ കൊണ്ടാക്കിയിട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ദുബായിലോട്ട് പോയി. അർമാനി ഹോട്ടൽ അവിടെയൊക്കെ ഒന്ന് പോയി. ഇതിൽ കണ്ടിട്ടുണ്ടാവും. നേരെ തിരിച്ചു പോയി കിടന്നുറങ്ങണം. നല്ല ഉറക്കം വരുന്നുണ്ട്. 3 മണി കഴിഞ്ഞല്ലോ. ഇനി പിന്നെ നാളെ ലേറ്റായിട്ട് എണീച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർട്ട് വ്ളോഗ്. ഞാനിതിൽ കുറച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കൂടെ നടന്നില്ല. ജോലിയാണ് അതിൻ്റെ കാരണം, എനിക്ക് നടന്നില്ല. അപ്പോൾ അല്ലെങ്കിൽ പ്ലാനിങ് ഒന്നും എല്ലാം ഇപ്പം നടക്കില്ല. അപ്പം നിങ്ങൾക്ക് മുന്നിൽ തന്നെ ഞാൻ വ്ളോഗായിട്ട് വളരെ കുറച്ചായിട്ടേ വരുന്നുള്ളൂ. നോക്കാം, നമുക്ക് യൂസ് ഡേ കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ഗുഡ് നൈറ്റ്. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ബൈ പറയാം. ബൈ ഗൈസ്. പോകാൻ വരട്ടെ ഗൈസ്. പിറ്റേ ദിവസത്തെ കുറച്ച് ക്ലിപ്സ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഒന്നുമല്ല, ദീപകിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട്. അതായത് 29th നമ്മളിപ്പോൾ എടുത്തത് 28 നൈറ്റായിരുന്നു. അപ്പം അവർ പിറ്റേ ദിവസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു, ലേറ്റായിട്ടായിരുന്നു.
അപ്പോൾ അതാ ഈ വ്യക്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സുശാന്താണ്. ആളെന്നെ കുറ്റം പറയുകയാണ് കേട്ടോ ദീപകിൻ്റെ അടുത്ത്. കാരണം ഞാൻ ദീപൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴാണ് ആൾ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറയായിരുന്നു ഫ്രണ്ടായിട്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ല ബർത്ത്ഡേ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയപ്പം ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ എന്നെ പിക്ക് ചെയ്ത് അവർ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇവർ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് സുശാന്ത് ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു, പെപ്പർ ചിക്കൻ കറി. അപ്പം അവർ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ. എനിക്കുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടിട്ട് സമാധാനം, ഇനി കുക്ക് ചെയ്യണ്ടല്ലോ. അപ്പം അവരോട് കുറച്ചുകൂടി സ്നേഹം കൂടി. അപ്പോൾ ദീപൻ്റെ ബർത്ത്ഡേ അങ്ങനെ 2 ദിവസത്തിൽ നല്ല അടിച്ച് പൊളിച്ചു. ഇനിയിപ്പോൾ അവർ പോവാണ്, എന്നിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ ഇപ്പം ശരിക്കും നമ്മളൊരു ടാറ്റ ബൈ ബൈ പറയാൻ പോകണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ കാണാം, ബൈ.